ഗൈസ്, മീൻ പിടിക്കുന്നതും കറി വെക്കുന്നതും പോലെ മഹനീയമായിട്ടുള്ള ഒരു കല തന്നെയാണ് അതിനെ എങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നു എന്നത്. നമുക്ക് കിട്ടിയ വലിയ ചെമ്പല്ലിയെ കട്ട് ചെയ്തെടുക്കാനുള്ള സമയക്കുറവുണ്ട് അമ്മ എടുത്ത് പൊതിഞ്ഞു കെട്ടി നമ്മുടെ കൈ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെ കൊണ്ട് നമ്മൾ ഇന്ന് നേരെ ഫിഷിന്റെ കാര്യത്തിൽ തനി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. ഐറ്റത്തിനെ കൊണ്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള സീ ഫിഷിലേക്കാണ്. ഇവിടെ നിന്ന് മേടിക്കുന്ന മീനുകളെല്ലാം അതിന്റേതായ രീതിയിൽ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ നമ്മൾ പിടിച്ച സ്വന്തം മീനുമായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. വന്ന പാടെ നമ്മൾ ഈ കവർ നേരെ നമ്മുടെ ബായുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഫിഷ് കട്ടിങ്ങിന്റെ കാര്യത്തിൽ പുള്ളി ഒരു ജഗജലി തന്നെയാണ്. കട്ടിങ്ങിൽ എടുത്തു പറയേണ്ട കാര്യം ഇവർ ഉപയോഗിക്കുന്ന ഇവരുടെ കയ്യിലെ ഈ ഒരു ടൂളാണ്. അത്യാവശ്യം സമയവും പാടും എടുത്ത് നമ്മൾ ഇളക്കി കളയാറുള്ള ഈ ചെതുമ്പൽ പൊടി തട്ടി കളയുന്ന ലാഘവത്തോടെയാണ് ഈ ടൂൾ ഉപയോഗിച്ച് ഇവർ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് മീനിന്റെ വഴുക്കൽ കളയാൻ വേണ്ടി ടാപ്പിലെ വെള്ളം തുറന്നു വിട്ട് നൈസ് ഒരു കഴുകലാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മീൻ നമ്മൾ നമ്മളെ ഫ്രണ്ട് ചേർന്ന് ഷെയർ ആയിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. ഇതിനായിട്ട് മീനിനെ കറക്റ്റ് മദ്യം കൊണ്ട് രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ഇതിലെ ഒരു പീസ് നമ്മുടെ ആവശ്യത്തിനുള്ള സൈസുകളായി കട്ട് ചെയ്തിട്ട് മറു പീസ് അതുപോലെ തന്നെ കൊടുക്കാൻ പോവുകയാണ്. സൈസ് ഉള്ള മീൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അളവിൽ നെയ്യുടെ ഒരു കഷ്ണം നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫിഷ് കട്ടിങ്ങിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. പാളിയായി ചീന്തിയെടുത്ത മീനിന്റെ മാംസത്തെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മാറ്റുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ത്രില്ലാണ്. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ മുള്ളില്ലാത്തത് കൊണ്ട് തന്നെ ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഒരു ലുക്ക് കാണാനുണ്ട്. ആള് കട്ട എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ മീൻ പല പല പീസുകളായി മാറിയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത കുറച്ച് പീസുകൾ കയ്യിലെടുത്തിട്ട് അലുവ കഷ്ണം കണ്ടോ എന്നും പറഞ്ഞ് ആശാൻ ചിരിച്ചുകൊണ്ട് നമുക്ക് നേരെ നീട്ടുന്നുണ്ട്. സത്യത്തിൽ കയ്യിലിരിക്കുന്ന ഈ കഷ്ണങ്ങൾ കണ്ടാൽ പുള്ളിക്കാരൻ പറഞ്ഞതിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ല. എന്തായാലും കട്ടിങ് കഴിഞ്ഞ ഐറ്റം നല്ല രീതിയിൽ പാക്ക് ആക്കി കൈ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് ഇതും വെച്ചിട്ട് ഒരു തമാർ പടാർ ഐറ്റം അടുപ്പിൽ കയറിയിരിക്കും കേട്ടോ.